മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. നിഫ്റ്റി 8000-ന്റെ പരിസരങ്ങളിൽ തന്നെ നിൽക്കുന്നു. വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചിട്ടില്ല. ദീർഘ ദിവസങ്ങളുടെ അവധിയും വന്നു. എന്തായാലും ഇനി ചൊവ്വാഴ്ചയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റി CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, തീർച്ചയായും മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ നീണ്ട അവധി വന്നതാണ് ഒരുപക്ഷെ അതിൻ്റെ ഉത്സാഹം കെടുത്തിയത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും എല്ലാം നടത്തി വരുന്നു. വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് ഇൻഫ്ലോ ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്നു. ഇതെല്ലാം പരിഗണിച്ച് കഴിയുമ്പോൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ വലിയ ആക്ഷൻ വരാനിരിക്കുന്ന ദിനങ്ങൾ, പ്രത്യേകിച്ചും 19-ാം തീയതി മഹാരാഷ്ട്ര റിസൾട്ട് വരും. അപ്പോൾ BJP ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷൻ വരാനിരിക്കുന്നു. ദീപാവലി 23-ാം തീയതിയോടെ വരാനിരിക്കുന്നു. ഇതെല്ലാം പൊതുവെ മാർക്കറ്റ് വലിയ രീതിയിൽ ആക്ഷൻ സംഭവിക്കുന്ന ഒരു മാസമായി ഒക്ടോബർ മാറുകയാണോ? തീർച്ചയായിട്ടും. സനൽ ആദ്യം പറഞ്ഞ മഹാരാഷ്ട്ര ഇലക്ഷൻ തന്നെയാണ് ഒരു കീ ട്രിഗർ എന്ന് പറയുന്നത്. കാരണം BJP ഒറ്റയ്ക്ക് ഭരിക്കാൻ തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ ഇലക്ഷനെ നേരിടുന്നു എന്നുള്ളത് മാർക്കറ്റ് വളരെയധികം കോഷ്യസ് ആയി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മഹാരാഷ്ട്ര ഇലക്ഷനിൽ BJPക്ക് ഒറ്റയ്ക്ക് മെജോറിറ്റി കിട്ടിയാൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ 10th റിസൾട്ട് വരാൻ പോകുന്നു. അതും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഒരു റിസൾട്ട് സീസൺ വരാൻ പോവുകയാണ്. എപ്പോഴും പറയുന്നത് പോലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയും അതുപോലെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ദെൻ ദീപാവലി, അതോടുകൂടി മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. മാർക്കറ്റ് ഇപ്പോഴൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകാനുള്ള പ്രധാന റീസൺ ഈ ഹോളിഡേയ്സ് തന്നെയാണ്. കാരണം FISന്റെ ആക്ടിവിറ്റി കുറഞ്ഞു, FISന്റെ ഫ്ലോ കുറഞ്ഞു, FIS ഒരു സെല്ലിംഗ് മോഡിലേക്ക് പോയി. ഈ ആഴ്ച പോലും 2 ദിവസം കൊണ്ട് ഏകദേശം എനിക്ക് 435 crore സെല്ലിംഗ് സൈഡിലാണ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് സൈഡിലാണ് എന്നുള്ളതാണ് കുറച്ച് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫിനുള്ള സാധ്യത മാർക്കറ്റിൽ കാണുന്നില്ല. മാർക്കറ്റ് റിക്കവറി വരാൻ തന്നെയാണ് സാധ്യത. ഈ നേരത്തെ പറഞ്ഞ 2 ട്രിഗർ, ഒന്ന് മഹാരാഷ്ട്ര ഇലക്ഷൻ, അതുപോലെ തന്നെ റിസൾട്ട്, ഇത് രണ്ടും ആയിരിക്കാം ഈ ഒരു മാസം മാർക്കറ്റിനെ ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ട്രിഗർ. മറ്റൊന്ന്, ഇപ്പോൾ റിസൾട്ട് സീസൺ വരികയാണ്. അപ്പോൾ പല അനാലിസ്റ്റുകളും കരുതുന്നത് വലിയ മികച്ച റിസൾട്ടുകൾ പ്രത്യേകിച്ച് മിഡ് ക്യാപ് സൈഡിൽ നിന്ന് ഇക്കുറിയും ഉണ്ടാവില്ല. കഴിഞ്ഞ പാദത്തിലെ പോലെ തന്നെയായിരിക്കും. ലാർജ് ക്യാപ്പ് ഓഫ് കോഴ്സ് ആ വലിയ നേട്ടങ്ങൾ ചിലപ്പോൾ കാണിച്ചേക്കും എന്ന തരത്തിലൊരു റിപ്പോർട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഓട്ടോ സെയിൽസിന്റെ ഫിഗേഴ്സ് വന്നു. അത് സെപ്റ്റംബർ മാസം ഒരു മിക്സഡ് ഇതാണ് കണ്ടത്. മാരുതി വിചാരിച്ചതുപോലെ വന്നില്ല, മഹീന്ദ്ര മികച്ച നേട്ടം കാഴ്ചവെച്ചു. ഇങ്ങനെ ഒരു മിക്സഡ് ബാഗ് ആയിരിക്കുമോ ഇത്തവണത്തെ റിസൾട്ട്? തീർച്ചയായിട്ടും റിസൾട്ട് വളരെ എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ഒന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നില്ല. പറഞ്ഞതുപോലെ മിഡ് ക്യാപ്പിൽ റിസൾട്ട് മോശമാകാം. അതുപോലെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരാത്തൊരു സാഹചര്യത്തിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല മാർക്കറ്റ്. എന്നാൽ ലാർജ് ക്യാപ്പ് കമ്പനികളൊക്കെ തന്നെ ആ ഒരു റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും കുറച്ചൊരു ബെറ്റർ റിസൾട്ട് വരികയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ അനുകൂലമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും മാർക്കറ്റിന്റെ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ്. അത് ഇൻവെസ്റ്റർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മൾക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റീൽ സെക്ടറിലും ബാങ്കിങ് സെക്ടറിലും ഒക്കെ തന്നെ, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് റിട്ടേൺ ലഭിക്കുകയുള്ളൂ. അതാണ് ഒരു ഇൻവെസ്റ്റർ മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനെയുള്ള ന്യൂസുകളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റി. പലപ്പോഴും ശ്രദ്ധിക്കുന്നത് എല്ലാ സിറ്റുവേഷനും ബെറ്ററായി വരുമ്പോൾ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഹയർ വാല്യൂവിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ മാർക്കറ്റിൽ എൻട്രി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, വളരെ സ്റ്റെബിലിറ്റിയുള്ള ഗവൺമെന്റ്, എക്കണോമിക് സിറ്റുവേഷനിൽ വരുന്ന ചേഞ്ചസ്, ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ ഫോള്, ഇങ്ങനെ അതുപോലെ എപ്പോഴും വളരെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന പ്രൈം മിനിസ്റ്റർ, ഗ്ലോബലി തന്നെ ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതൊക്കെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഓരോ ഇൻവെസ്റ്ററും ഇപ്പോൾ ലോങ് റണ്ണിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്, ഗോൾഡിന്റെ പ്രൈസ് താഴാനുള്ള സാധ്യത. അപ്പോൾ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഇക്വിറ്റി ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഓരോ ഇൻവെസ്റ്ററും മനസ്സിലാക്കി തെരഞ്ഞെടുത്ത നല്ല സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. കാരണം ഈ റൈഡിൽ പലർക്കും ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടിരുന്നു. അവരുടെ മുന്നിലേക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. അത് ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് ഇൻവെസ്റ്റേഴ്സിനോട് പറയാനുള്ള ഒരു അഡ്വൈസ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആൻഡ് പ്യൂറിന് ശേഷം ഫിച്ചിന്റെ റേറ്റിംഗ് വന്നിരിക്കുന്നു. അവരും ഔട്ട്ലുക്ക് മാറ്റുകയാണ്. ബ്രിക് നേഷൻസിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് ഇന്ത്യയാണ്. മറ്റൊന്ന്, ചൈന സ്ലോ ഡൗൺ ചെയ്യുമെന്നും
അവരുടെ നിരീക്ഷണത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി. തീർച്ചയായിട്ടും ഇന്ത്യക്ക് അനുകൂലമായി കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ റേറ്റിംഗ് ഏജൻസികളൊക്കെ തന്നെ റീറേറ്റിംഗ് നടത്തുന്നതിൻ്റെ റീസൺ അത് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതെല്ലാം ചെന്നെത്തുന്നത് ഗവൺമെൻറ് പോളിസികളും അതിൻ്റെ മെഷേഴ്സ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, സ്റ്റെബിലിറ്റി, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു അളവുകോൽ എന്ന് പറയും, പാരാമീറ്റർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി വീണ്ടും റേറ്റിംഗ് ഏജൻസികളും ഇത് റിയൽ എക്കണോമിയിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു 6 months തന്നെ എനിക്ക് തോന്നുന്ന റിസൾട്ട് കണ്ടു തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾക്ക് അനുകൂലമായി ഓപ്പർച്യൂണിറ്റി വരികയാണ്, പ്രത്യേകിച്ചും ഇന്ത്യക്ക് അനുകൂലമായി. അതുകൊണ്ട് കൂടുതൽ ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് വരാനും അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 2 ഓഹരികൾ, പ്രത്യേകിച്ചും ഫോഴ്സ് മോട്ടോഴ്സും വിഎടെക് വിഭാഗം, അതിനുശേഷം വലിയ മുന്നേറ്റം, ഷാർപ്പായിട്ടുള്ള റാലിയിൽ കയറിപ്പോയി. പ്രത്യേകിച്ചും ഗംഗാ വിഷയം അദ്ദേഹം അമേരിക്കയിൽ പ്രസംഗത്തിൽ പറയുകയും ചെയ്തിരുന്നു. അത് വിഎടെക് വിഭാഗം പോലെയുള്ള വാട്ടർ പ്രോസസ്സിംഗ് മേഖലയിലുള്ള കമ്പനിക്ക് അനുകൂലമായി. ഫോഴ്സ് മോട്ടോഴ്സ് വെള്ളിയാഴ്ച ദിവസം ക്ലോസ് ചെയ്ത് അല്പം കറക്ഷനിലാണ്, പക്ഷേ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടോ? തീർച്ചയായിട്ടും ഈ 2 സ്റ്റോക്ക് നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞാൽ ഇപ്പോഴും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള, ഇനിയും ഈ കുറച്ചുകൂടെ റൈഡ്, ഈ സ്റ്റോക്ക് ഇനിയും അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഇൻവെസ്റ്റേഴ്സ് വീണ്ടും ശ്രദ്ധിക്കാവുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു കറക്ഷൻ വന്നു. അടുത്ത കറക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി, 2 സ്റ്റോക്കും ഇത് തന്നെയാണ് നല്ലത് സ്ട്രാറ്റജി. മറ്റൊന്ന് പ്രധാനപ്പെട്ട മേഖല ആയിട്ട് ഈ റിസൾട്ട് സീസണിൽ പലരും പറയുന്നത് ഫാർമയും ഐ.ടിയും മാത്രമേ പെർഫോമൻസ് ഉണ്ടാവുകയുള്ളൂ എന്ന തരത്തിലൊരു ഒരു ടോക്കുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? അല്ല, ഇതിൽ സനൽ പലപ്പോഴും ഏത് സെക്ടറാണോ ബെറ്ററായി നിൽക്കുന്നത് ആ സെക്ടറിലേക്ക് അനലിസ്റ്റുകളിലെല്ലാം ഫോക്കസ് പോകും. നമുക്കൊരു 4 months ബാക്ക് ആരും ടച്ച് ചെയ്യാതെ കിടന്നാണ് ഫാർമയും ഐ.ടിയും. എല്ലാവരും ഹൈലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കിങ് സെക്ടറൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് ആ സ്റ്റോക്കിലുള്ള മൂവ്മെൻറ്റ് കുറഞ്ഞപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ടിരിക്കണം എന്നാണ് എനിക്ക്. വാല്യുവേഷൻ ഫെയർ അല്ല. ഫാർമ എടുത്താലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മളുടെ ഐ.ടി ആണെങ്കിലും ഇപ്പോഴൊരു ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന വാല്യുവേഷൻ അല്ല സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു കോഷ്യസ് അപ്രോച്ച് എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് തന്നെയാണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ ഇപ്പോൾ സൺഫാർമ ലാസ്റ്റ് വീക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യും 740, 750 ലെവൽ. ഈ ലെവലിലൊന്നും ഒരു ഇൻവെസ്റ്ററും ഇൻവെസ്റ്റ് ചെയ്യില്ല, ഒരു അനലിസ്റ്റും അത് റെക്കമെൻഡ് ചെയ്യില്ല. 860 വരുമ്പോൾ അല്ലെങ്കിൽ 900 വരുമ്പോൾ ഈ അനലിസ്റ്റുകളൊക്കെ തന്നെ വാല്യൂ ബൈയിങ് എന്ന് പറയും. ഇവിടെ ട്രാപ്പിൽ പെടുകയാണ് ഇൻവെസ്റ്റേഴ്സ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഐ.ടി ആണെങ്കിലും ശരി, ഈ ഇൻഫോസിസ് ഇന്ന് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന ഇൻഫോസിസ് എന്തായിരുന്നു ഒരു 6 months ബാക്ക് എന്തായിരുന്നു അനലിസ്റ്റുകൾ? ഒരു റിസൾട്ട് മോശമായപ്പോൾ എല്ലാവരും അതിനെ എഴുതി തള്ളി. നമുക്ക് മാർക്കറ്റ് വാച്ചിൽ നമ്മളിപ്പോഴും റെക്കമെൻഡ് ചെയ്തതിന് ഓർക്കുകയാണ്. അപ്പോൾ ഇതാണ് അനലിസ്റ്റുകളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം റോങ് ഇൻഫർമേഷൻസാണ് കൊടുക്കുന്നത്. കാരണം വാല്യൂ ബൈയിങ് ലെവലിൽ ഈ സ്റ്റോക്കൊക്കെ അവൈലബിൾ ആയിരുന്നു. അന്ന് ഈ ഒരു അനലിസ്റ്റും ഈ ഐ.ടിയോ ഈ ഫാർമയോ റെക്കമെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്നാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇന്ന് വാല്യുവേഷൻ വളരെ ഹയർ വാല്യൂലാണ് സ്റ്റോക്ക് പോകുന്നത്. ലോങ് ടേം വ്യൂവിൽ ഐ.ടിയും ഫാർമയും നന്നായി പെർഫോം ചെയ്യാൻ കാരണം ഇത് ഗ്ലോബലി സെയിൽസ് ഉള്ള കമ്പനികളാണ്. കാരണം ഇന്ത്യയിലല്ല ഇതിൻ്റെ മാർക്കറ്റ്, എക്സ്പോർട്ടിംഗ് ആണ്. സ്കോപ്പ് വളരെയധികം കൂടുതലാണെന്നുള്ള സത്യം തന്നെയാണ്. ഫാർമയെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് കോഷ്യസ് ആയിരിക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ വാല്യുവേഷൻ തന്നെയാണ്. ഐ.ടിയും ഫാർമയും ബെറ്ററാണ്, പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഹൈ ആണ്. അവിടെ ഒരു കോഷ്യസ് അപ്രോച്ച്. അടുത്തൊരു കറക്ഷൻ സംഭവിക്കുമ്പോൾ ഈ സ്റ്റോക്ക് അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കറക്ഷൻ സംഭവിക്കും. ഇപ്പോൾ സൺഫാർമയിൽ സംഭവിച്ച പോലെയുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഏറ്റവും മോശം നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്കിൽ നിന്ന് മാറുകയാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വരുന്ന സ്റ്റോക്കിന് പുറകെ പോകുമ്പോൾ അതിൻ്റെ വാല്യൂ ഏറ്റവും ഹയർ വാല്യൂയിൽ. ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റീൽ സെക്ടർ എടുക്കാം. ഈ 560 അതുപോലെ ജിൻഡാൽ സ്റ്റീൽ ആണെങ്കിലും ഹിൻഡാൽകോ ആണെങ്കിലും, ഹിൻഡാൽകോ 185 വന്നപ്പോഴാണ് എല്ലാ അനലിസ്റ്റുകളും സ്റ്റീൽ പ്രൊജക്ട് ചെയ്തു. ടാറ്റ സ്റ്റീൽ 560 റെക്കമെൻഡ് ചെയ്തു. ഇന്ന് ആ സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ട സമയത്ത് അതിനെ അവർ അവോയ്ഡ് ചെയ്തു. കാരണം ഇവർ തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ട്രാപ്പിൽ പോവുകയാണ്. അതുകൊണ്ട് കുറച്ച് കോഷ്യസ് ആയിരിക്കണം എന്ന് തന്നെയാണ്. വാല്യുവേഷൻ നോക്കുക, ബിസിനസ് മോഡൽ നോക്കുക, പ്രൊമോട്ടർ ട്രാക്ക് നോക്കുക. ഇത് നോക്കി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജിയാണ് പലപ്പോഴും നല്ലത്. അപ്പോൾ അനലിസ്റ്റിന്റെ പിന്നാലെ പോവാതെ കോമൺ സെൻസിന്റെ പിന്നാലെ പോവുക. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് AV ഷാഹുൽ ഹമീദ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലേക്ക് നോക്കാം. ലാർസൺ ആൻഡ് ടൂബ്രോ 1640 രൂപയ്ക്ക് 20 എണ്ണം വാങ്ങിയിട്ടുണ്ട്. JK ടയേഴ്സ് 425 രൂപ, ലാ ഓപ്പല 340 രൂപ, ഓറോ ഫാർമ 26 എണ്ണം 678 രൂപയ്ക്കാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതിനുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് ഇത്. ലാർസൺ ടൂബ്രോ അദ്ദേഹത്തിൻ്റെ ബൈ 1640 ലെവലിലാണ്
ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും അദ്ദേഹം ആവറേജ് ചെയ്യണം. കാരണം 1420 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലാണ്. ദെൻ അത് ബ്രേക്കാണ് 1330 ലെവൽ വരെ പോകാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കുറവ്. ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മാത്രം ആ ഒരു ലെവൽ പോകാം. 1420 എന്ന് പറയുന്ന ലെവൽ അദ്ദേഹം സെക്കൻഡ് ലെവൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 1600 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം L&T ഈ സമയത്തൊക്കെ 1700 ലെവലിലൊക്കെ തന്നെ വളരെ സ്ട്രോങ് റെക്കമെൻഡേഷൻസ് നൽകിയിരുന്ന സ്റ്റോക്കായിരുന്നു. അതിനുശേഷമാണ് ഈ സ്റ്റോക്കിലൊക്കെ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നമ്മൾ കണ്ടത്. ഈ സമയത്ത് L&T റെക്കമെൻഡേഷൻസ് കുറയുകയാണ്. ഇൻവെസ്റ്റേഴ്സിന് അങ്ങനെയൊരു ഗൈഡൻസ് കൊടുക്കുന്നില്ല. ഇദ്ദേഹം 1640 മേടിച്ച ഇദ്ദേഹം തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കറക്ഷൻ മോഡിലാണ്. ലാർസൻ ആൻഡ് ടൂബ്രോ ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെന്റിലെ ഏറ്റവും ലാർജസ്റ്റ് കമ്പനിയാണ്, നമുക്കറിയാം. വളരെ നല്ല ഓർഡർ ബുക്കാണ്. ഈ സ്റ്റോക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ് L&Tയെ സംബന്ധിച്ച്. ദെൻ JK ടയർ വളരെ ഷാർപ്പായിട്ടുള്ള റാലി സംഭവിച്ചു. വീണ്ടും സ്റ്റോക്ക് ഒരു 400 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 450 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ഈ 450 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ അല്ല. മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ ആ സ്റ്റോക്ക് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 550 ആണ് JK ടയേഴ്സിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് ലാവപാലയാണ്. നമുക്കറിയാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്രോക്കറി ഐറ്റംസ് അതുപോലെ സെറാമിക് സെഗ്മെന്റിൽ പ്രവർത്തിക്കുന്നതാണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെ. 300 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 250 ലെവലിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. 300 ലെവൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 380 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ള അരബിന്ദോ ഫാർമ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂവിലാണ്. 840 ലെവൽ വരികയാണെങ്കിൽ മാത്രം ഈ സ്റ്റോക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 900 ഈ സ്റ്റോക്കിൽ ഒരു മൈനർ സപ്പോർട്ടുണ്ട്. അടുത്തൊരു കറക്ഷൻ സംഭവിച്ചാൽ 900 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 840 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 1050 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ L&T, JK ടയർ, അരബിന്ദോ ഫാർമ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഓരോ ഡിപ്പും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. മോഹൻ നായർ അദ്ദേഹത്തിൻ്റെ ചോദ്യം, MMTC 92 രൂപയ്ക്ക് വാങ്ങി. പവർ ഫിനാൻസ് കോർപ്പറേഷൻ PTC പവർ ട്രേഡിംഗ് കോർപ്പറേഷൻ ആണ്, ഇത് PFC ആണ്. 340 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. യൂണിയൻ ബാങ്ക് 261 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ONGC 465 രൂപയ്ക്കുമാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഫണ്ടമെന്റൽസ് എങ്ങനെയാണ്? വെദർ ടു ഹോൾഡ് ഓർ എക്സിറ്റ് എന്നാണ്. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഒരു കറക്ഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ONGC അഗെയിൻ അദ്ദേഹം ഒന്നുകൂടി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഇപ്പം നമ്മൾ ലെറ്ററിലൊക്കെ മനസ്സിലാക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് കുറച്ചൊരു ഹയർ വാല്യൂല്ല എല്ലാവരും. അപ്പോൾ റീസെന്റ് ആ 8200 ലെവലിൽ വന്നപ്പോഴാണ് എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എപ്പോഴും എല്ലാം വളരെ പോസിറ്റീവായിരുന്ന സമയത്താണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത്. അത് മാറി എല്ലാം നെഗറ്റീവായി നിൽക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെയാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്. അപ്പോൾ അഗെയിൻ ONGC 390 ലെവൽ ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ലെവൽ തന്നെയാണ്. ദെൻ അത് ബ്രേക്ക് ആണ് 374. ഈ രണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെന്റിന് അഡ്വൈസബിൾ ആണ്. 430 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് ആണ്. അതൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. റാലി മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്താൽ 430 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ദെൻ യൂണിയൻ ബാങ്ക്, ഈ ബാങ്ക് കുറച്ചുകൂടെ കറക്ഷനുള്ള സാധ്യതയുണ്ട്. ഒരു സേഫർ എൻട്രി ലെവൽ 170 ബിലോ ആണ്. 180 ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ടാണ്. അതൊരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 165-61 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏരിയയാണ്. 220 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഫണ്ടമെന്റലി സൗണ്ടാണ്. 200 ലെവൽ സേഫ് ആയിട്ടുള്ള എൻട്രി ലെവലാണ്. 268 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 220 ലെവൽ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുക. ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു ലെവൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ MMTC 58 and 50 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 80 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ പവർ ഫിനാൻസ്, യൂണിയൻ ബാങ്ക്, ONGC പവർ ഫിനാൻസ് കോർപ്പറേഷൻ രണ്ടും അടുത്തൊരു കറക്ഷനോടുകൂടി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. യൂണിയൻ ബാങ്കിൽ കുറച്ചുകൂടെ കറക്ഷൻ വന്നതിന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഫണ്ടമെന്റലി സ്റ്റോക്ക് എല്ലാം തന്നെ സൗണ്ട് ആണ്. നിഫ്റ്റിയുടെ ലെവലുകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച അതേ ലെവലുകൾ തന്നെ ഇപ്പോഴും തുടരുന്നോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. കാരണം 8150-200 എന്ന് പറയുന്ന അപ്പർ സൈഡ്, 7850 എന്ന് പറയുന്ന ഡൗൺ സൈഡ്. നമ്മൾ ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് പറയുന്ന ആ ലെവൽ നിഫ്റ്റി മൂവ് ചെയ്യാനാണ് സാധ്യത നെക്സ്റ്റ് വീക്ക്. ദെൻ നമ്മൾ രണ്ട് ഇൻസിഡന്റ്, ഒന്ന് റിസൾട്ട്, രണ്ട് മഹാരാഷ്ട്ര എലക്ഷൻ റിസൾട്ട്. മഹാരാഷ്ട്ര ഇലക്ഷനോട് അനുബന്ധിച്ച് ആ ഇലക്ഷൻ അടുപ്പിച്ച് ഈ ഇലക്ഷൻ പ്രചരണം, മോഡിയുടെ സ്റ്റേജ് പെർഫോമൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ജനറലായിട്ട് വരുന്ന ഒരു അനാലിസിസ് ഉണ്ടാവുമല്ലോ.
അതിനനുസരിച്ച് മാർക്കറ്റിൽ മൂവ്മെന്റ് വരാനാണ് സാധ്യത. നെക്സ്റ്റ് വീക്കിൽ അതിനനുസരിച്ച് മഹാരാഷ്ട്ര ഇലക്ഷൻ തന്നെ ആയിരിക്കാം നെക്സ്റ്റ് വീക്കിൽ വരുന്ന എല്ലാ വർഷവും ദീപാവലി മുഹൂർത്ത വ്യാപാരത്തിന്റെ സമയത്ത് നമ്മൾ പറയുന്നുണ്ട് അടുത്ത ദീപാവലി വലിയ രീതിയിൽ കൊണ്ടാടും എന്നൊക്കെ. ഇപ്പൊ 2-3 വർഷമായിട്ട് അത്ര കൊണ്ടാട്ടം വന്നിട്ടില്ല. പക്ഷെ ഈ വർഷം എനിക്ക് തോന്നുന്നു ഓൾ ടൈം ഹൈയുടെ അടുത്ത് നിൽക്കുന്നതിനാൽ പുതിയ ഓൾ ടൈം ഹൈ അതൊരു 8400-8500 നിഫ്റ്റി നമ്മൾ പ്രതീക്ഷിക്കണോ ഈ ദീപാവലി? 23 ആണെന്നാണ് എന്റെ ഓർമ്മ. ശരിയാണ്. അഗൈൻ ബാക്ക് ടു ദാറ്റ് പോയിന്റ് എന്നാണ്. കാരണം ഒന്ന് എലക്ഷൻ, 2 ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, ഇത് രണ്ടും അനുകൂലമായാൽ ഈ ദീപാവലി മാർക്കറ്റ് 8400 മാർക്ക് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വരാം. ഇപ്പൊ സനൽ പറഞ്ഞല്ലോ കൊണ്ടാടും എന്ന് പറയുമ്പോഴേ കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരു പോളിസി ഡിസിഷനും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഗവൺമെന്റിന് എഫക്റ്റീവായി പ്രവർത്തിക്കാൻ സാധിച്ചില്ല. ഒരു ബെയർ ഫേസിലൂടെ മാർക്കറ്റ് മൂവ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ആഘോഷങ്ങൾ പറ്റില്ലല്ലോ. ഇവിടെ ടോട്ടൽ ഇക്കണോമിക് സിറ്റുവേഷൻ ചേഞ്ച് വന്നു, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ചേഞ്ച് വന്നു, മാർക്കറ്റിന് അനുകൂലമായ ഘടകങ്ങൾ വന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു സമയത്താണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത മഹാരാഷ്ട്ര ഇലക്ഷൻ. ആ ഇലക്ഷനിൽ BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അത് ചെറിയൊരു റിസ്ക് നിലനിൽക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നും കാണാതെ BJP അങ്ങനെ ഒരു മെഷർ എടുക്കില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇത് അനുകൂലമായി വന്നാൽ തീർച്ചയായിട്ടും ദീപാവലി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദീപാവലി ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നമുക്കൊരു കറുത്ത അരയന്നത്തെ ബ്ലാക്ക് സ്വാനെ കാണാൻ പറ്റുമോ? കാരണം ഇലക്ഷൻ മോശമായി എന്നിരിക്കട്ടെ, ഇലക്ഷൻ മോശമായാൽ ഈ പറയുന്ന 8000 ലെവലുകൾ ഭേദിച്ച് നമ്മുടെ സപ്പോർട്ട് ലെവലുകളിലേക്ക് തിരിച്ചു വരുമോ? തീർച്ചയായിട്ടും 7550 എന്ന് പറയുന്ന മാർക്കിലേക്ക് പോകാനുള്ള ട്രിഗർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒരു കോഷ്യസ് അപ്രോച്ച് നമ്മൾ 1 മന്ത് ബാക്ക് പറഞ്ഞാണ്. 7550-500 എന്ന് പറയുന്ന ഡൗൺ സൈഡ്, 8400-500 എന്ന് പറയുന്ന അപ്പർ സൈഡ്, ഈ ലെവലിൽ മാർക്കറ്റ് മൂവ് ചെയ്യാം. ഇതെല്ലാം അനുകൂലമാണെങ്കിൽ 8500 ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. ഇത് മോശമായാൽ 7550-500 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. പക്ഷേ മാർക്കറ്റ് അതുപോലെ ഷാർപ്പായിട്ട് തിരിച്ചു വരും. ബുള്ളിഷ് മാർക്കറ്റ് ബുൾ ഫേസിൽ തന്നെയാണ്. മാർക്കറ്റ് എത്ര ഷാർപ്പായിട്ട് താഴെ പോയാലും അതിലും ഷാർപ്പായിട്ട് മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കും. അതാണ് ഇതിനു മുമ്പുള്ള മാർക്കറ്റും ഇപ്പോഴത്തെ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. എങ്കിലും മഹാരാഷ്ട്ര ഇലക്ഷന്റെ കാര്യത്തിൽ ഓഹരി വിപണിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ താങ്കൾ BJPയുടെ ചാൻസസ് കൂടുതൽ കൽപ്പിക്കുന്നു? ഒന്ന്, ചാൻസസ് കൂടുതൽ. 2, ഇവിടെ ഒരു അനുകൂല ഘടകമുണ്ട്. NCPയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം മാറി, ഡിവൈഡഡായി. അപ്പോൾ പോസിബിലിറ്റി BJP ഭരിക്കാനുള്ള സാധ്യത വീണ്ടും നിലനിൽക്കുന്നു. അതും മാർക്കറ്റ് പോസിറ്റീവായിട്ട് കാണാം. BJPക്ക് മാത്രമായി മെജോറിറ്റി കിട്ടിയാൽ അത് വലിയൊരു റൈഡിന് കാരണമാകും. അതല്ലാതെ ഏതെങ്കിലും അലയൻസോട് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടാകും. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുക എന്നുള്ളതാണ്. അവിടെ ഒരു ചോദ്യം ഉയരുന്നത്, പ്രത്യേകിച്ചും ഇത് മാർക്കറ്റ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടും ഇനിയിപ്പോൾ നരേന്ദ്രമോദി പ്രചാരണം ഏകദേശം 21, ആദ്യം 15 എണ്ണമായിരുന്നു വെച്ചിരുന്നത്, അത് 21ലേക്ക് അവർ കൂട്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇവരെ ഡിവൈഡ് ആയതിനു ശേഷം അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രചാരണവും മറ്റു കാര്യങ്ങളും എല്ലാം തുടങ്ങുമ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് ഇത് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന റിസൾട്ട് വരുന്ന 10-ാം തീയതിയോടുകൂടി തന്നെ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിനുള്ള കളം ഒരുങ്ങുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ് 8200 മാർക്കിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം. സെക്കൻഡ് ലെഗിലായിരിക്കാം അടുത്ത ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ചൊവ്വാഴ്ച ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരാനുള്ള സാഹചര്യം പലരും പറയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തായാലും ചൊവ്വാഴ്ച ദിവസം ഈ ഇത്രയും വലിയ ആക്ഷൻ വരാനിരിക്കുന്ന ഒരു മാസമായതിനാൽ അന്ന് വാങ്ങണോ അതോ നിക്ഷേപം ഒന്ന് വെയിറ്റ് ചെയ്യണോ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇടിഞ്ഞു നിൽക്കുകയായിരുന്നു മാർക്കറ്റ്, എങ്കിലും 900 ലെവലുകൾ സസ്റ്റെയിൻ ചെയ്തു, അതിൽ താഴെ പോയില്ല. വാങ്ങണോ വിൽക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് വാല്യുവേഷൻ 7850 ലെവലിലേക്ക് മാർക്കറ്റ് വന്നാൽ വാങ്ങണം. 8200 മാർക്കിലേക്ക് മാർക്കറ്റ് പോയാൽ വിൽക്കണം. ഈ ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ഓപ്പൺ ആകും. ഈ ഓപ്പൺ ആകുന്ന സമയത്ത് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കില്ല എങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യും, നമുക്ക് പറയാൻ സാധിക്കില്ല. ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കുറേയധികം ന്യൂസുകൾ നിലനിൽക്കുന്നുണ്ട്. ദെൻ മാർക്കറ്റിലെ കറക്ഷൻ 7850ലേക്ക് പോയാൽ
ഇൻവെസ്റ്റേഴ്സ് മേടിക്കണം സ്റ്റോക്ക്. കാരണം വാല്യുവേഷൻ ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് വരും. പക്ഷേ 8,200 കടന്നാൽ വിൽക്കണം എന്നത് ഒരു ഉറച്ച സ്റ്റേറ്റ്മെന്റ് ആണോ? കാരണം ധാരാളം ഡാറ്റകൾ വരാനിരിക്കുന്നു, പ്രത്യേകിച്ച് റിസൾട്ട് മറ്റോ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വീണ്ടും കയറാനുള്ള സാധ്യത. നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു മൂവ്, നെക്സ്റ്റ് വീക്ക് 8,200 വന്നാൽ വിൽക്കണം. കാരണം വീണ്ടും ഡാറ്റ സമയമുണ്ടല്ലോ, വീണ്ടും കറക്ഷൻ സംഭവിക്കാം. 8,200 വന്നാൽ ഷോർട്ട് സെല്ലിംഗ് അല്ല ഞാൻ പറയുന്നത്, സ്റ്റോക്ക് മേടിച്ച സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ് എന്നുള്ള ആംഗിൾ. ഓക്കെ, നമുക്ക് എന്തായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ പല സ്റ്റോക്കുകളും ഒരു ഇറാഷണൽ ആയിട്ടുള്ള യുക്തിസഹമല്ലാത്ത തരത്തിലുള്ള ഒരു വാല്യുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അത് കൂടുതലും ചില മിഡ് ക്യാപ്പ് ഓഹരികളാണ്. അത്തരം കമ്പനികൾ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ അനലിസ്റ്റുകൾക്കും മാധ്യമങ്ങളിലെ ഡാറ്റകൾക്കും അധികം ചെവി കൊടുക്കേണ്ട സമയമാണെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ നിക്ഷേപകർക്ക് വലിയ രീതിയിലുള്ള ഒരു എക്സ്പോഷർ ഈ പ്രത്യേകിച്ചും പല അനലിസ്റ്റുകളുടെ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട്. അതിന് പകരം വളരെ ഫോക്കസ്ഡ് ആയിട്ട് യുക്തിസഹമായ വാല്യുവേഷനിൽ നിൽക്കുന്ന ഓഹരികൾ എടുക്കേണ്ട സമയമാണെന്ന് തോന്നുന്നു. കോമൺ സെൻസ് ഉപയോഗിക്കേണ്ട ഘട്ടമാണെന്നും തോന്നുന്നു. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.